ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിൽ കങ്കാരുക്കളെ തോൽപ്പിച്ച് ഇന്ത്യ കെട്ടിച്ചിരിക്കുന്നു. രോഹിത് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ 2023 WTC ഫൈനലിലേക്ക് ഇന്ത്യയെ കൊണ്ടെത്തിക്കുന്ന ക്യാപ്റ്റൻ, 2023 ODI വേൾഡ് കപ്പിൽ ഇന്ത്യയെ ഫൈനലിലേക്ക് കൊണ്ടെത്തിക്കുന്ന ക്യാപ്റ്റൻ, 2024 2020 ഇന്ത്യയെ ഫൈനലിലേക്ക് കൊണ്ടെത്തിക്കുന്ന ക്യാപ്റ്റൻ, 2025 ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയെ ഫൈനലിലേക്ക് കൊണ്ടെത്തിക്കുന്ന ക്യാപ്റ്റൻ എന്ന ബഹുമതി രോഹിത് ശർമ്മ കരസ്ഥമാക്കി. ദ ഫസ്റ്റ് ക്യാപ്റ്റൻ. വേറെ ഒരു ക്യാപ്റ്റനും കിട്ടാത്ത ഒരു പദവിയിലേക്ക് രോഹിത് ശർമ്മ തന്റെ ടീമിനെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു. എന്നാൽ ബാറ്റ് കൊണ്ട് രോഹിത് ശർമ്മയ്ക്ക് ഇന്ന് തിളങ്ങാനായോ എന്ന് ചോദിച്ചാൽ ബാറ്റ് കൊണ്ട് തിളങ്ങാനാകാത്ത രോഹിത് ശർമ്മയാണ് കാണാൻ കഴിഞ്ഞത്. രണ്ട് ക്യാച്ചുകൾ കളഞ്ഞിട്ടും ആ ലൈഫ് പോലും ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു ക്യാപ്റ്റനായി രോഹിത് ശർമ്മ ഇന്ന് മാറിയപ്പോൾ എല്ലാവരും രോഹിത് ശർമ്മയിൽ നിന്ന് ഒരു ഇന്നിങ്സ് പ്രതീക്ഷിച്ചു. എന്തുകൊണ്ട് രോഹിത് ശർമ്മയ്ക്ക് ഇന്ന് കളിക്കേണ്ടതായിരുന്നു? വിരാട് കോഹ്ലി കളിച്ച അതേ ഒരു ഇന്നിങ്സ് ഇന്ന് രോഹിത് ശർമ്മയും കളിക്കേണ്ടതായിരുന്നു. വേൾഡ് കപ്പിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തി പോയ ടീം, BGTയിൽ ഇന്ത്യയെ കളിയാക്കിപ്പോയ ഒരു ടീമിന് എന്തുകൊണ്ട് ബാറ്റ് കൊണ്ട് രോഹിത് ശർമ്മ മറുപടി പറയണമായിരുന്നു? എന്നാൽ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി പറയാതിരിക്കാൻ കഴിയില്ല. ODIയിൽ വൈറ്റ് ബോളിൽ രോഹിത് ശർമ്മയെ കൊണ്ടൊരു ക്യാപ്റ്റൻ ഇല്ലെന്ന് തന്നെ പറയണം. ഇതുപോലെ ലക്കും രോഹിത് ശർമ്മയ്ക്ക് കൂടെയുണ്ട്. എന്നാൽ ആ ലക്ക് ഫൈനലിൽ ഇന്ത്യയെ തുണയ്ക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും ഇന്ത്യൻ ടീമിന് നേരുന്നു. അങ്ങനെ ദുബായിലേക്ക് ചാമ്പ്യൻസ് ട്രോഫി ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. ഇന്ത്യ ഫൈനലിൽ വന്നതോടെ ഫൈനൽ സ്റ്റേജ് ദുബായ് ആയി. ഇനി ലാഹോറും ഇല്ല, കറാച്ചിയും ഇല്ല. ആ പാകിസ്ഥാനിൽ നിന്ന് ചാമ്പ്യൻസ് ട്രോഫി ദുബായിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. നാളെ അവർക്ക് ഒരു മത്സരം അവിടെ നടക്കും. അത് കഴിഞ്ഞാൽ 9-ാം തീയതി നടക്കുന്ന മത്സരം ദുബായ്. ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് എന്ന് പറയണം. എല്ലാവരുടെയും പെർഫോമൻസ് നോക്കുമെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്. ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും ഫീൽഡ് കൊണ്ടും ഇന്ത്യയെ ഫൈനലിലേക്ക് എത്തിച്ച ടീം. ഇവിടെ റണ്ണ് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യ 6 വിക്കറ്റിന് ആസ്ട്രേലിയയെ തോൽപ്പിച്ചു. രോഹിത് ശർമ്മയും ഗില്ലും കൂടെ ചേർന്ന് ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാകുന്നു. 30 റൺസിന്റെ പാർട്ണർഷിപ്പ് ഉണ്ടാകുന്നു. ഗില്ല് അനാവശ്യ ഒരു ഷോട്ടിന് മുതിർന്ന് ഗില്ലിന്റെ വിക്കറ്റ് പോകുന്നു. എന്നാൽ പിന്നെ വിരാട് കോഹ്ലി ഗ്രീസിലേക്ക് വരുന്നു. ഒരു 13 റൺസിന്റെ പാർട്ണർഷിപ്പ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും തമ്മിലുണ്ടായി. എന്നാൽ രോഹിത് ശർമ്മ കോഹ്ലിയെ ഒരു സ്വീപ് ഷോട്ട് അടിക്കാൻ ശ്രമിക്കുന്നു, തന്റെ വിക്കറ്റ് കൊണ്ട് കളയുന്നു. പിന്നെ 4ാം വിക്കറ്റ് പാർട്ണർഷിപ്പ്. ഏറ്റവും മനോഹരമായ ഒരു ഇന്നിങ്സ് എന്ന് പറയാം. ശ്രേയസ് അയ്യരും കൂടെ ചേർന്ന ഒരു മനോഹരമായ ഒരു ഇന്നിങ്സ്, ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിക്കുന്ന ഒരു ഇന്നിങ്സ് എന്ന് തന്നെ പറയാം. എന്നാൽ സാംബയുടെ ബോൾ ജഡ്ജ് ചെയ്യാൻ കഴിയാതെ ശ്രേയസ് അയ്യർ ബൗൾഡായ ഒരു അവസ്ഥ. അവിടെ നിന്ന് ടീം ചിലപ്പോൾ പരാജയത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വന്നേക്കാം. എന്നാൽ അക്ഷർ പട്ടേലിന്റെ ഒരു ഇന്നിങ്സ്, 52 ബോളിൽ നിന്ന് 44 റൺസ് എന്നൊരു പാർട്ണർഷിപ്പ് അവിടെ ബിൽഡപ്പ് ചെയ്യുന്നു. എന്നാൽ കോഹ്ലിയെ വളരെ സമ്മർദ്ദമില്ലാതെ വണ്ണം അക്ഷർ പട്ടേൽ ബൗണ്ടറി കടത്തി സിംഗിളും ഡബിളും എടുത്ത് കോഹ്ലിക്ക് വലിയ ടെൻഷൻ ഒന്നും കൊടുക്കാതെ അവിടെ ഒരു ഇന്നിങ്സ് കാണാൻ കഴിയും. എന്നാൽ അക്ഷർ പട്ടേലിന്റെ വിക്കറ്റ് പോകുന്നു. KL രാഹുൽ വരുന്നു. രാഹുലുമായി ചേർന്ന് ഒരു 47 റൺസിന്റെ പാർട്ണർഷിപ്പ് ഇന്ത്യ ബിൽഡ് ചെയ്യുന്നു. ആ ഒരു പാർട്ണർഷിപ്പോടെ ഇന്ത്യ ഏകദേശം വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. ഹാർദിക് പാണ്ഡ്യയുടെ മനോഹരമായ 2 സിക്സുകൾ സാംബയെ അതിർത്തി കടത്തി ഇന്ത്യയെ വിജയത്തിന്റെ അരികിലേക്ക് എത്തിച്ചു. എന്നാൽ മാക്സ്വെല്ലിനെ ബൗണ്ടറി കടത്തി മാക്സ്വെല്ലിനെ ഒരു 6 അടിച്ച് രാഹുൽ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചു. സൂപ്പർ ഇന്നിങ്സ്. ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഇന്ത്യ തിളങ്ങിയ നിമിഷം. ഒന്നും പറയാനില്ല. റൺ മിഷൻ വിരാട് കോഹ്ലി എല്ലാ ഇന്നിങ്സുകളിലും എവിടെല്ലാം ഇന്ത്യ പരാജയപ്പെട്ടു പോകുമോ എന്ന് നമ്മൾ വിചാരിച്ച്, എവിടെല്ലാം ഇന്ത്യ പരാജയപ്പെട്ടു പോകുന്നു നാം കരുതിയെടുത്തെല്ലാം ഇന്ത്യയെ ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ വിരാട് കോഹ്ലിക്ക് കഴിഞ്ഞു. പാകിസ്ഥാനെതിരെ ഇന്ത്യ ഒരു പരാജയം മണത്തപ്പോൾ ആ ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിക്കാൻ വിരാട് കോഹ്ലിക്ക് കഴിഞ്ഞു. ഇവിടെയും തീർച്ചയായും 2 വിക്കറ്റുകൾ ഗില്ലിന്റെയും പരാജയം മണത്തു. എന്നാൽ ആസ്ട്രേലിയയെ വിജയത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് തന്നെ താൻ ഗ്രീസിൽ നിന്ന് മുമ്പോട്ട് നടത്തിയ ഇന്നിങ്സ്. വിരാട് കോഹ്ലി 98 ബോളിൽ നിന്ന് 84 റൺസ്, 5 ബൗണ്ടറികൾ എടുത്ത് റണ്ണർ ബോൾ കളിച്ചും ഡബിളും സിംഗിളും എടുത്ത് ടീമിനെ ഒരു കളി ജയിക്കുകയും ചേസ് ചെയ്ത 3 കളി ജയിക്കുകയും ചെയ്തു. ഇനി സൗത്ത് ആഫ്രിക്ക ആയാലും ന്യൂസിലാൻഡ് ആയാലും അവരെ സംബന്ധിച്ചിടത്തോളം കൺസേൺ ഇവർക്ക് ബാറ്റിംഗ് കൊടുക്കണോ ബോളിംഗ് കൊടുക്കണോ. ബോളിംഗ് കൊടുത്താലും ബാറ്റിംഗ് ചെയ്താലും ക്വാളിറ്റി. നമുക്ക്
വില്യംസിന്റെ ഒരു ഇന്നിങ്സ് നമ്മൾ കണ്ടു, എന്നാൽ ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. റിച്ച്വാന്റെ ഒരു ഇന്നിങ്സ് നമ്മൾ അവിടെ കണ്ടു, ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. എന്നാൽ ഗില്ലിന്റെയും വിരാട് കോഹ്ലിയുടെ ഒരു ഇന്നിങ്സ് നോക്കിക്കേ, ആ ഒരു സ്ലോ റേറ്റിൽ കളിച്ചുവെങ്കിൽ ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ ഇവർക്കായി. എന്തുകൊണ്ടും സൂപ്പർ പെർഫോമൻസ്, ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഇന്ത്യ തിളങ്ങിയെന്ന് തന്നെ പറയണം. പിന്നെ ബോളിംഗിൽ പരിശോധിക്കുകയാണെങ്കിൽ മുഹമ്മദ് ഷാമി 10 ഓവറിൽ 48 റൺസ് വഴങ്ങി 3 വിക്കറ്റ് എടുക്കുന്നു. പുതുമുഖമായ കോഹ്ലിയെ ഡക്കിന് പവലിലേക്ക് മടക്കുന്നു. സ്മിത്ത്, അപകടകാരിയായ സ്മിത്തിനെ ഒരു ഫുൾടോസ് ബോൾ എറിഞ്ഞ് ഔട്ടാക്കി പവലിലേക്ക് മടക്കുന്നു. സ്മിത്തിന്റെ ആ വിക്കറ്റ് അവിടെ കിട്ടിയില്ലായിരുന്നെങ്കിൽ മേ ബി ഒരു 20-30 റൺസ് കൂടുതൽ ഓസ്ട്രേലിയക്ക് എടുക്കാൻ കഴിഞ്ഞേനെ. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒരു പ്രയാസത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിച്ചെന്ന് വന്നേക്കാം. എന്നാൽ ആ സൂപ്പർ ഇന്നിങ്സ്, ഹാർദിക് പാണ്ഡ്യയെ സംബന്ധിച്ചിടത്തോളം 1 വിക്കറ്റ് എടുക്കുന്നു. കുൽദീപ് യാദവിനെ സംബന്ധിച്ചോളം ഈ കളിയിൽ വിക്കറ്റ് ഒന്നും കിട്ടിയില്ല. വരുൺ ചക്രവർത്തിയെ സംബന്ധിച്ചോളം നമ്മുടെ ഹെഡേക്കായ ട്രാവസ് ഹെഡിന്റെ വിക്കറ്റ്. ട്രാവസ് ഹെഡ് ഒരു അഗ്രസീവ് ഷോട്ട് കളിക്കാൻ പോയി, ഫസ്റ്റ് ബോളിൽ തന്നെ ജഡ്ജ് ചെയ്യുന്ന ഒരു 1-2 ബോൾ ട്രാവസ് ഹെഡ് കളിച്ചിട്ടായിരുന്നു ആ ഷോട്ട് കളിച്ചിരുന്നെങ്കിൽ പിന്നെയും വേണ്ട. ഫസ്റ്റ് ബോൾ വരുൺ ചക്രവർത്തിയുടെ ബോൾ 6 അടിക്കാനുള്ള ശ്രമത്തിൽ ഗില്ല് ഓടി വന്നൊരു ക്യാച്ച് എടുക്കുന്നു. ആ ഒരു ക്യാച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്യാച്ച്, വളരെ ടേണിംഗ് ആയ ഒരു ക്യാച്ച്. ട്രാവസ് ഹെഡിനെ സംബന്ധിച്ചോളം നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഏകദേശം 38 റൺസോളത്തോളം എടുത്തു. ആദ്യത്തെ 1-2 ഓവർ സ്ട്രഗിൾ ചെയ്തു. ഷാമി ഒരു ക്യാച്ചും കളഞ്ഞു, എന്നാൽ ഇത് ഡിഫിക്കൽട്ട് ക്യാച്ച് തന്നെയാണ്. ഒരു ക്യാച്ചും കളഞ്ഞു. ഹാർദിക് പാണ്ഡ്യ പുള്ളിയുടെ ഒരു വീക്ക്നെസ് ഉണ്ടല്ലോ, കാലിന് നേരെ സ്റ്റമ്പിന് നേരെ എറിയുന്ന ബോൾ അങ്ങനെ എറിഞ്ഞുകൊണ്ടിരുന്നു. ട്രാവസ് ഹെഡ് റണ്ണ് കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടി. എന്നാൽ സെറ്റ് ആയപ്പോഴത്തേന് ബൗണ്ടറി അടിക്കുന്നു, 4 അടിക്കുന്നു, 6 അടിക്കുന്നു. ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ചിലപ്പോൾ ട്രാവസ് ഹെഡിന് കഴിഞ്ഞേനെ. ഇന്ത്യയുടെ വിജയം തട്ടിപ്പറിച്ചു കൊണ്ടുപോകാൻ പിന്നെ ചിലപ്പോൾ ട്രാവസ് ഹെഡിന് കഴിഞ്ഞേനെ. എന്നാൽ വരുൺ ചക്രവർത്തിയെ കറക്റ്റ് സമയത്ത് കൊണ്ടുവന്നു രോഹിത് ശർമ്മ വിക്കറ്റ് എടുക്കുന്ന ഒരു കാഴ്ച കാണാനിടയായി. അക്ഷർ പട്ടേലിനെ സംബന്ധിച്ചിടത്തോളം 1 വിക്കറ്റ് എടുക്കുന്നു. രവീന്ദ്ര ജഡേജയെ സംബന്ധിച്ചിടത്തോളം 2 വിക്കറ്റ് എടുക്കുന്നു. പറയുകയാണെങ്കിൽ ടീം പെർഫോമൻസ് എന്ന് പറയണം, ടീമിന്റെ വിജയം. ടീം ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഫീൽഡ് കൊണ്ടും ടീമിനെ ഓസ്ട്രേലിയ എറിഞ്ഞൊതുക്കി കൺട്രോൾ ചെയ്ത് നിർത്തി ചേസ് ചെയ്ത് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഓസ്ട്രേലിയയെ ഇന്ത്യൻ ടീം തോൽപ്പിച്ചെന്ന് തന്നെ പറയണം. വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയ ഒരു പെർഫോമൻസ് ടീമിന്റെ ഭാഗത്ത് നിന്ന് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. 2023 ODI വേൾഡ് കപ്പിൽ സംഭവിച്ചതുപോലെ ഫൈനലിൽ തോൽക്കാതിരിക്കട്ടെ. ഈ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയെ ദുബായിൽ ഏതെങ്കിലും ഒരു ടീമിന് തോൽപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യക്ക് തന്നെ ആയിരിക്കും 2025 ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യയിലേക്ക് തന്നെ വരാനാണ് നല്ല ചാൻസ് കാണുന്നത്. ഈ ടീമിനെ ചേസ് ചെയ്യാൻ കൊടുക്കണമോ അതോ ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്യാൻ കൊടുക്കണമോ ബോൾ ചെയ്യാൻ കൊടുക്കണമോ എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും വരുന്ന ക്യാപ്റ്റന്. ബോൾ ചെയ്ത കളിയിൽ, ഫസ്റ്റ് ബാറ്റ് ചെയ്ത കളിയിൽ ഇന്ത്യ വിജയിച്ചു. 3 പ്രാവശ്യം ചേസ് ചെയ്ത കളിയിലും ഇന്ത്യ വിജയിച്ചു. അങ്ങനെ 4 കളികൾ വിജയിച്ച് അൺബീറ്റൻ ആയിട്ട് നിൽക്കുന്ന ഒരു ടീം. പ്രത്യേകിച്ച് രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി. രോഹിത് ശർമ്മ അല്പമെങ്കിലും ലാസ്റ്റ് ഫൈനലിലെങ്കിലും ബാറ്റ് കൊണ്ട് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഗില്ല് പെർഫോമൻസ് ചെയ്യുന്നില്ല. ആ ഒരു ചീത്തപ്പേരും ഗില്ലിന് മാറ്റിയെടുക്കാൻ കഴിയട്ടെ. റിവഞ്ച് ഉണ്ടായിരുന്നു. ODI വേൾഡ് കപ്പിന്റെ റിവഞ്ച് ഇന്ത്യ എടുത്തു. കങ്കാരുക്കളെ നിന്ന് ഓടിച്ച് ഓസ്ട്രേലിയയിലേക്ക് വിട്ടിരിക്കുന്നു. എല്ലാവിധ ആശംസകളും ടീമിന്.